ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരന്മാർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങളെത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അപ്പോസ്തലരുടെയും തൻ്റെ സഹപ്രവർത്തകരുടെയും ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ശുശ്രൂഷ അതെങ്ങനെയായിരുന്നു എന്നുള്ളതിന് 2 സാക്ഷികളെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, തെസ്സലോനിക്കയിലുള്ളതായ വിശ്വാസികൾ അഥവാ പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെ അവിടെ മുന്നോട്ട് വന്നതായ ദൈവമക്കൾ. മറ്റൊന്ന്, ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയാണ്. എന്താണ് പൗലോസ് പറയുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ അഥവാ രക്ഷിക്കപ്പെട്ട ദൈവം സഭയോട് കൂട്ടിച്ചേർത്തതായ വിശ്വാസികളുടെ ഇടയിൽ അവരെങ്ങനെയാണ് നടന്നത്, അഥവാ അവരുടെ അനുദിന ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നത്. 1, പവിത്രമായ ഒരു ജീവിതം. 2, നീതിയുള്ള ഒരു ജീവിതം. 3, അനന്യമായ ഒരു ജീവിതം. ഈ 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഈ പവിത്രത എന്നുള്ളത് തൻ്റെ ഉള്ളിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉള്ളിലുള്ള വിശുദ്ധിയും ഉള്ളിലുള്ളതായ ആ പാപം ലേശം കലരാത്തതായ ഒരു ജീവിതം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് നമുക്കിതുപോലെ കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ചട്ടങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും എപ്പോഴും അനുസരിപ്പാനും ആ വചനപ്രകാരം നടപ്പാൻ തക്കവണ്ണം ഹൃദയത്തെ ദൈവത്തിങ്കൽ ഏകാഗ്രമാക്കുന്നതായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായി തീരുക. പല രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഹൃദയം അവരുടെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല എന്ന് വായിക്കുന്നുണ്ട്. ഏകാഗ്രതയുള്ളതായ ദൈവത്തോട് എപ്പോഴും കൂട്ടായ്മയിൽ ജീവിക്കുന്നതായ ഒരു ജീവിതം. ദാവീദിന്റെ ജീവിതം അങ്ങനെയായും ദാവീദ് പറയുന്നുണ്ട്, യഹോവയായ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഹൃദയത്തിൽ അകൃത്യം കരുതാതെ, ഹൃദയത്തിൽ പാപത്തെ സൂക്ഷിക്കാതെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശദീകരിക്കപ്പെട്ട ഒരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം. ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹൃദയം ഏകാഗ്രമായിരിക്കുക എന്നുള്ള അനുഗ്രഹീതമായ ആശയം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമാണോ? ഹൃദയം ദൈവമുമ്പാകെ വിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് പരിശോധിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാനും നിർമ്മലമായൊരു ഹൃദയം നമ്മളെപ്പോഴും ഉണ്ടായിരിക്കാൻ ഇടവരുത്തട്ടെ. അടുത്തായിട്ട് പൗലോസ് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ പൗലോസ് അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത്. പവിത്രമായി, നീതിയായി. നീതി എന്നുള്ളത് പുറമേയുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. നീതിയോടെ പെരുമാറുക, ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നീതിയോടെയുള്ള ഒരു പെരുമാറ്റം. ദൈവവചനം പഠിക്കുമ്പോൾ ദൈവദാസന്മാരായിരുന്ന ആളുകളെ കുറിച്ച് നാം പഠിക്കുന്നവരെല്ലാം വളരെ നീതിയോടെ ജീവിച്ചവരായിരുന്നു എന്നുള്ളതാണ്.
സംഖ്യാപുസ്തകം 16 അധ്യായത്തിന് 15 വാക്യത്തിൽ ദൈവത്തോട് മോശ പറയുന്നുണ്ട്, ഞാൻ അവർക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, ഞാൻ ഒരുത്തൻ്റെ കഴുതയെ മോഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം. അതുപോലെ ശമൂവേൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് നമ്മൾ അതിൻ്റെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ ആ നീതി അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശമൂവേൽ നീതിയോടെ ദൈവമുമ്പാകെ നിന്നു എന്നുള്ളതാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ 2 ശമൂവേലിൻ്റെ 12 അധ്യായത്തിന് 3 വാക്യത്തിൽ പൗലോസ് ശൗലിനോട് പറയുകയാണ്, ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ, ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ, വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കൂടാക്കിയിട്ടുണ്ടോ, യഹോവയുടെയും അവൻ്റെ അഭിഷക്തൻ്റെ മുമ്പാകെ എൻ്റെ നര സാക്ഷിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ജനം പറയുകയാണ്, നിന്റെ പേരിൽ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവൻ്റെ അഭിഷക്തന് സാക്ഷി. നീതിയോടെ ഉള്ളതായ ഒരു ജീവിതം നയിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ യോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ യോബ് പറയുന്ന കാര്യമുണ്ട്. യോബ് നിലവിളിച്ച അനാഥനെയും തുണയേറ്റവനെയും വിടുവിച്ചു, നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു, വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാൻ. ഞാൻ നീതിയെ ധരിച്ചു, അതെൻ്റെ ഉടുപ്പായിരുന്നു, എൻ്റെ ന്യായമുത്തിരിയും തലപ്പാവും പോലെ ആയിരുന്നു. യോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിലൊക്കെ യോബിൻ്റെ നീതി വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ആഗ്രഹം അതായത് 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ, ദൈവമേ തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തണമേ. അതുപോലെ യിരെമ്യാവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴും 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, നിന്റെ കോപം അവരെ വിട്ടു മാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ. ഇസ്രായേൽ ജനം അവനെതിരെ പ്രാണഹാനിക്കായിട്ട് കുഴികുഴിക്കുമ്പോൾ ദൈവത്തോട് യിരെമ്യാവ് പറയുകയാണ്, ദൈവമേ ഞാൻ എപ്പോഴും തിരുമുമ്പാകെ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നത് ഓർക്കണമേ. തനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന യിരെമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ദൈവഭക്തരായ ആളുകൾ എപ്പോഴും നീതിയോടുകൂടി ജീവിക്കുന്നവരാണ്. മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം അനന്യമായിട്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പാകെ അവർ കുറ്റം പറയാനായിട്ട് ഉള്ള ഒന്നും ഉണ്ടാകാതിരിക്കുക. ഒരു ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഫലിപ്പിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കുറ്റം ഇല്ല എന്ന് ഉറപ്പാക്കുക. ഈ അനന്യമായ ഒരു ജീവിതം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു ജീവിതമാണ്. അവർ നമ്മുടെ അനന്യമായ ജീവിതം കണ്ട് ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായിത്തീരുക എന്നുള്ളതാണ്. മാത്രമല്ല പൗലോസ് ഈ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവും പ്രാണനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരുമ്പോൾ യാതൊരു നിന്ദിക്കപ്പെടാൻ ഇടയാകാതെ വണ്ണം അനന്യമായിട്ട് വെളിപ്പെടുക എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശദീകരണത്തിൽ അനന്യമായ വണ്ണം വെളിപ്പെടണം, വിശദീകരണത്തിൽ ഒരു കുറവില്ലാതെ വണ്ണം വെളിപ്പെടണം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു അകൃത്യവും കരുതാതെ, ഹൃദയത്തിൽ നിഷ്കളങ്കതയോടെ, പുറമെ നീതിയോടെ, മറ്റുള്ളവരുമായി അനന്യമായിട്ട് വെളിപ്പെടുന്ന ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.